കണിമംഗലം ശാസ്താവ് ദേവഗുരുവായ ബൃഹസ്പതി സങ്കല്പത്തിലുള്ള ദേവനാണ് കണിമംഗലം ശാസ്താവ്. വടക്കുന്നാഥനെ വരെ തൊഴില്ല, കാരണം വടക്കുന്നാഥൻ വരെ ഇത് ഗുരുവിനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുമെന്നുള്ള സങ്കല്പമുള്ളതുകൊണ്ട് അവർ തെക്കേ ഗോപുരത്തിലൂടെ അകത്ത് കടന്ന് പടിഞ്ഞാറേ ഗോപുരത്തിൽ വന്ന് ഇലഞ്ഞിത്തറയിൽ നിന്നും പാണ്ടിമേളം ആരംഭിച്ച് ശ്രീമൂലസ്ഥാനത്ത് പാണ്ടിമേളം കലാശിച്ച് അദ്ദേഹം തിരികെ കുളശ്ശേരി ക്ഷേത്രത്തിലേക്ക് പോവുക. കണിമംഗലം ശാസ്താവിനൊരു പ്രത്യേകതയുണ്ട്, മഞ്ഞും വെയിലും കൊള്ളാത്ത ശാസ്താവാണ്. മഞ്ഞ് കഴിയുന്നതോടുകൂടി വരികയും വെയിൽ തുടങ്ങുന്നതോടുകൂടി തിരിച്ചു പോവുകയും ചെയ്യുന്ന കണിമംഗലം ശാസ്താവ്. തൊട്ടു പിന്നാലെ കിഴക്കേ ഗോപുരത്തിലൂടെ പനമുക്കുംപള്ളി ശാസ്താവും ചെമ്പൂക്കാവ് ഭഗവതിയും ക്ഷേത്രത്തിലേക്ക് വരും. രണ്ട് ശാസ്താക്കളാണ്, രണ്ട് ശാസ്താക്കളും 8 ഭഗവതിമാരുമാണ്. അതാണ് ഇപ്പോൾ പൂരം സ്ത്രീ സൗഹൃദമാണെന്ന് കൂടി പറയാം നമുക്ക്. കാരണം 8 ഭഗവതിമാരാ, 2 പേരാ ശാസ്താക്കന്മാരുള്ളൂ. അപ്പോൾ പൂരനഗരിയിൽ വരുന്ന എല്ലാ സ്ത്രീകളും സുരക്ഷിതരാണ് എന്നൊരു കാര്യം കൂടി നമ്മൾ പ്രേക്ഷകരെ അറിയിക്കട്ടെ. അതുകൊണ്ട് ഇനി ഒറ്റയ്ക്കാണെന്ന് കരുതി നിങ്ങൾ പൂരം കാണാതിരിക്കേണ്ട. നിങ്ങൾക്ക് നേരെ തൃശ്ശൂരേക്ക് വന്നോളൂ, പൂരനഗരിയിലെ കാഴ്ചകൾ കണ്ടോളൂ. പൂരത്തിന്റെ തൃശ്ശൂരിലേക്ക് പോന്നോളി എന്നുള്ളതാണ്. അപ്പൊ പൂരം നമ്മൾ അങ്ങോട്ട് തുടങ്ങി. അപ്പൊ ഗഡികൾ എല്ലാവരും ഇങ്ങോട്ട് പോന്നോളുക.